ABS അല്ല, ഇതിന്റെ അപ്പുറം കൊണ്ടുവന്നാലും ശരി നമ്മൾ അടിക്കാൻ പറ്റില്ല എന്നാ പറയുക. പറക്കുകയാണോ ശരിക്കും റോഡിലൂടെ? Hey guys, so welcome back to another video. ഇത് ചെറിയൊരു ഒബ്സർവേഷൻ വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു പുറത്തു പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോയിൽ നിങ്ങൾ മെയിനായിട്ട് കാണാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂർ ടൗണിലുള്ള മോർണിംഗ് ടൈമിലുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഓഫീസ് ടൈമാണ്, ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കാണുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം നമ്മളിപ്പോൾ ഉള്ളത് സിംഗനല്ലൂർ സൈഡാണ് കേട്ടോ. സിംഗനല്ലൂർ സൈഡ് സിംഗനല്ലൂർ ടു തിരുച്ചി റോഡിലാണ്. അപ്പോൾ ഇതാണ് ശാന്തി സോഷ്യൽ സർവീസ്. അതായത് ഇവിടെ വയസ്സായവർക്ക് അതുപോലെ കുട്ടികൾക്കെല്ലാം ആഹാരമൊക്കെ ഭയങ്കര റേറ്റ് കുറവിലാണ് ഇവിടെ കൊടുക്കുക. ഇത് ശാന്തി പെട്രോൾ പമ്പ്. ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വളരെ നല്ല ഫ്യൂൽ വന്നിട്ട് സൂപ്പർ ഫ്യൂവലാണ്. കുറച്ച് അപ്പുറത്താണ് നമ്മുടെ സിംഗനല്ലൂർ. ഓക്കെ, ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആക്ഷൻ ക്യാമറ കാണുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെ വെട്ടിച്ചിട്ട് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. നമ്മളുടെ ഫ്രണ്ടിലൊന്ന് വന്നിട്ട് ഒന്ന് വെട്ടിച്ചിട്ട് പോകാൻ ഭയങ്കര ത്രില്ലായിരിക്കും ആൾക്കാർ, കാരണം അവർ ക്യാമറയിൽ വരും എന്നുള്ളതുകൊണ്ട്. കണ്ടില്ല, ഇവിടെ നിന്ന് തന്നെ ബ്ലോക്ക് തുടങ്ങി. ഇന്ന് സാറ്റർഡേ ആണ്. സിഗ്നൽ അവിടെ ദൂരെയാണ് സിഗ്നൽ, പക്ഷെ ഇവിടെ തന്നെ വണ്ടികളൊക്കെ ബ്ലോക്കായി. ഓഫീസ് ടൈം ഫുള്ള് എങ്ങനെയാണ്. ഇപ്പോൾ കൊറോണ കൂടി കഴിഞ്ഞതോടുകൂടി എന്തായെന്ന് വെച്ചാൽ നിറയെ ആൾക്കാർ ഇപ്പോൾ ബസ്സിലൊന്നും ആരും ട്രാവൽ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സിഗ്നലുകളിലൊന്നും മോർണിംഗ് ടൈമൊക്കെ ഫുള്ള്. അത് വേറെ നമ്മുടെ വണ്ടിക്ക് വേറെ നമ്മളിങ്ങനെ നിർത്തി പോകുന്നതുകൊണ്ട് ചില സമയത്ത് ഭയങ്കര വണ്ടി ഹീറ്റ് ആവുകയും ചെയ്യും. കാരണം നമുക്കൊരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ വേറെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ലൈൻ ഉണ്ടല്ലേ, ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഓഫീസ് വേണ്ടി വരുന്ന സമയത്ത് ഫ്രണ്ടിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പോയിട്ട് ആ ഫ്രണ്ടിലെ വണ്ടി നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ വണ്ടിയൊക്കെ നിർത്തി ചില്ലായിട്ട് നിൽക്കുമ്പോൾ ബാക്കിൽ വരുന്ന വണ്ടികൾ ഫുള്ള് ഈ ലൈനിൻ്റെ ബാക്കിലാണ് നിർത്തിയത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസുകാർ അവിടെ നിങ്ങൾ നടന്നു വന്നു, കറക്റ്റായിട്ട് വന്നിട്ട് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ഇതുവരെ ഞാൻ വീട്ടിലോട്ടൊന്നും വന്നിട്ടില്ല, അത് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അയ്യോ, മുത്തശ്ശൻ പൊളിയാ. മുത്തശ്ശൻ അത്ര നേരം വെയിറ്റ് ചെയ്ത് പോകുന്നു സിഗ്നലിൽ വീഴാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്, പാർട്ടിൻ്റെ എന്തോ പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഈ പരിപാടികളൊക്കെ വരുന്ന സമയത്താണ് ഈ റോഡ് സൈഡെല്ലാം വൃത്തിയാക്കല്, അങ്ങനെയുള്ള പരിപാടി ഫുള്ള് ചെയ്യുക. അതുവരെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലിയ വലിയ പാർട്ടിയിലുള്ള വലിയ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് സോ ആ സമയത്ത് മാത്രമേ ഇവർ ക്ലീൻ ചെയ്യുള്ളൂ. ഏകദേശം നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ രാമനാഥപുരത്താണ് കേട്ടോ. രാമനാഥപുരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടാണ് നമ്മളുടെ ഓവർ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഓവർ ബ്രിഡ്ജ് പോയി ഇറങ്ങുന്നത് നമ്മളുടെ ചുങ്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ചുങ്കമൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി ഇറങ്ങും ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ പണി നടക്കുമ്പോൾ കൊണ്ടാണ് ഈ തിരുച്ചി റോഡിൽ ഇത്ര ബ്ലോക്ക്. ഇതിന് മുമ്പ് ഇത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നായിട്ട് തുടങ്ങി അവിടെ ദൂരെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ നമുക്ക് ആ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് പോവാം. ബട്ട് ആ സിഗ്നലിലേക്കുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ടേ കാണിക്കുന്നത്. എൻ്റെ അമ്മേ ഗൈസ്, നമുക്ക് കറങ്ങി പോകാവുന്നു. വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ആ വഴി പോവാം. കാരണം ഇതുവഴി ഭയങ്കര സീനാണ്.
അതുവഴി പോയാൽ ചിലപ്പോൾ നമ്മൾ വൈകിട്ട് വരെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 റോഡാണുള്ളത് പാരലായിട്ട്. ഒന്ന് അവിനാശി റോഡ്, പിന്നെ ഒന്ന് നമ്മളുടെ തിരുച്ചി റോഡ്. അപ്പോൾ ഈ തിരുച്ചി റോഡിൽ നിന്ന് ഏത് റൈറ്റ് എടുത്താലും എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് പോയിട്ട് അവിനാശി റോഡിലെത്തും. അതുപോലെ അവിനാശി റോഡിൽ നിന്ന് റൈറ്റ് എടുത്താൽ എങ്ങനെ പോയാലും നമ്മൾ തിരുച്ചി റോഡിലും വന്നെത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ കോയമ്പത്തൂർ കിടക്കണേ. പിന്നെ മേട്ടുപ്പാളയം റൂട്ടൊക്കെ പോകണത് നേരെ ഓപ്പോസിറ്റ് റോഡിലോട്ടാണ് പോവുക. ഞാൻ ശരിക്കും ആദ്യമായിട്ട് വരേണ്ട റോഡിൽ കൂടെ ഒരു ഊഹത്തിൽ പോവുകയാണ്. നമുക്ക് ഡെഡ് എൻഡ് കണ്ടാലും നമ്മൾ വണ്ടി തിരിക്കും, അത്രേ ഉള്ളൂ, സിമ്പിൾ. കാരണം വണ്ടിയിൽ പെട്രോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ഏകദേശം ഇപ്പോൾ റോഡ് ഏകദേശം ഐഡിയ കിട്ടി. ഈ റോഡ് നേരെ പോകുന്നത് പുളികുളം എന്നൊരു സ്ഥലത്തേക്കാണ്. ആ പുളികുളം എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഹൈറ്റുള്ള വിനായകർ പ്രതിഷ്ഠയുള്ളത് ആ പുളികുളം വിനായകർ കോവിലാണ്. ചെറിയ റോഡാണ്, അതിൻ്റെയാണ് ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ. ദൈവമേ, എൻ്റെ അമ്മയെ പോവില്ല. ബസ്സൊക്കെ പിന്നെ നല്ല വൃത്തിയുണ്ട്, ഡെയിലി കഴിയുന്നാ പോണേ. നമ്മുടെ ചെക്കൻ ചൂടാവാൻ തുടങ്ങി. അവന് ഈ റോഡൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചെക്കൻ ചൂടായതാ നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് കേൾക്കണ്ടോ അറിയില്ല. ഓഫ് ആവാതിരുന്നാൽ മതി. ആ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു ആ യെല്ലോ കളർ ബിൽഡിംഗ് ഇല്ലേ, അതാണ് പുളിയോളം ടെമ്പിൾ. അതിനകത്താണ് ഈ വിനായകരുടെ പ്രതിഷ്ഠ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണും, ചെറുതായിട്ട് കാണും. ഏഷ്യയിലെ ഏറ്റവും വലിയ വിനായകരുടെ ടെമ്പിളാണ് ആ കാണുന്നത്. വിനായകരുടെ പ്രതിഷ്ഠയുള്ള ടെമ്പിൾ. ഇതാണ് അവിനാശി റോഡ്. ഇവിടുന്ന് പുറകിലോട്ട് പോയാൽ അവിനാശി, സ്ട്രെയിറ്റ് പോയാൽ നമ്മളുടെ ഒരു റൗണ്ടുള്ള ഒരു ഇത് വരും, ഒരു ബ്രിഡ്ജ് വരും. ഏറ്റവും കൂടുതൽ വലിയ വലിയ ഈ ഹോട്ടൽസ്, അതുപോലെയുള്ള റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടൽ, അങ്ങനെ വലിയ വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത്, PST കോളേജ് എല്ലാം ഉള്ളത് ഈ റോഡിലാണ് കേട്ടോ, ഈ അവിനാശി റോഡ്. ഇതാണ് കോയമ്പത്തൂരിൻ്റെ ഒരു വളരെ മെയിനായിട്ടുള്ള റോഡാണ് ഈ ബിസിനസ്സുകാർക്കൊക്കെ. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു ഷോപ്പ് ഇട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ലെവലായെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ജാവയുടെ ഷോറൂം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് ജാവയുടെ ഷോറൂം. ഏത് സൈഡിൽ നിന്നാ ഫോൺ കണ്ടില്ല ആശാൻ. ഫുള്ള് ലെഫ്റ്റ് സൈഡ് എൻഡിന്ന് യൂട്ടേൺ അടിക്കാൻ പോകും. അതും പുറകിൽ ഇത്ര വണ്ടികൾ നിൽക്കുന്ന സമയത്ത് വളരെ മികച്ചൊരു മറ്റേത്. ഇവിടെ ഇതുപോലെ മെയിൻ സിഗ്നലിലെല്ലാം ഇതുപോലെ ഉണ്ടാവും. പോങ്കപ്പാ
അണ്ണാച്ചി. ഓ കണ്ണാച്ചി അല്ല കേട്ടോ, നമ്മുടെ ആൾക്കാരാണ്, കേരളക്കാരാണ്, സോറി. അതാണ് ഒരു സ്ലോ. നമ്മളെ തമിഴ്നാട്ടിൽ ഇവിടെയുള്ള കോയമ്പത്തൂരിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവർ 10 മണിക്ക് വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവും, സിഗ്നലൊക്കെ കടന്ന് പോയിട്ടുണ്ടാവും. നമ്മളുടെ കേരളത്തിലെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്നലിൽ വീട് ഗ്രീനായി കഴിഞ്ഞിട്ടൊക്കെ വണ്ടി മെല്ലെ ഗിയറൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ട് പോവുള്ളൂ. ഇവിടെ അതാണ് കുറച്ചുകൂടി ഡേഞ്ചർ. കാരണം നമ്മൾ നാട്ടിൽ ഓടിച്ചവർ ഇവിടെ വന്നാലും നമ്മൾ കറക്റ്റായിട്ട് ലോ ഒക്കെ കറക്റ്റായിട്ട് പാലിച്ചൊക്കെ ഓടിക്കും. അവര് വന്ന് വണ്ടി കൂടെ എടുത്തിട്ട് കിടന്നിട്ട് പോയിട്ടായിരിക്കും. കുറച്ച് റാഷ് ഡ്രൈവിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് സെറ്റ് ആവണം, ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കൊണ്ട് ഇടിക്കാനേ നമുക്ക് നേരെ ഉണ്ടാവുള്ളൂ. അമ്മേ, അടുത്ത സീനിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ അറിയോ? ഇത് ലാലി റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നിങ്ങൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ, തമിഴ്നാട്? നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിലാണ്. അതായത് മരുതമല റൂട്ടിലാണ് ആ യൂണിവേഴ്സിറ്റി ഉള്ളത്. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കും. ലെഫ്റ്റിലോട്ട് പോയാലാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റി, അതുപോലെ മരുതമലൈ, അങ്ങനെയുള്ള പ്ലേസ് ഫുള്ളും ഇവിടെ നമ്മൾ ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നത്. ശരിക്കും ഫ്രീ ലെഫ്റ്റാണ്, പക്ഷേ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ആണെങ്കിലും എന്ത് ലെഫ്റ്റ് ആണെങ്കിലും ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. ഫ്രണ്ടിൽ പോയി നിൽക്കണം ആൾക്കാർക്ക്, അത്രേ ഉള്ളൂ. നമ്മളിവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിക്കും, മരുതമല റോഡ്. അയ്യവ, ആ എഞ്ചിനീയറെ സമ്മതിക്കണം കേട്ടോ. കാരണം നടുക്ക് പോസ്റ്റ് വെച്ചിട്ട് വട്ടത്തിൽ താറിട്ടിരിക്കുന്ന കണ്ടില്ലേ. പുറകെ ഒരു സ്പ്ലെൻഡറുകാരൻ പറന്നടിച്ചുകൊണ്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. ക്യാമറ ഉള്ളതുകൊണ്ട് ഗുണം ഇതൊക്കെയാണ്. നമ്മൾ ആശാൻ റോട്ടിൽ കിടന്നിട്ട് ഭരതനാട്യമൊക്കെ കളിക്കും. പുറകിൽ ഒരു ഡബിൾസ് വെച്ച ഒരു ചേട്ടൻ കുറെ നേരമായി. നമുക്ക് ആശാന്റെ കോൺഫിഡൻസ് അങ്ങോട്ട് കളയാം. സംഭവം മൂപ്പര് സമ്മതിക്കണം കേട്ടോ. മൂപ്പര് സ്പ്ലെൻഡറിലാണ് ഇമാരി പടം. നമ്മളെ ABS-ഉം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. എന്നിട്ട് എനിക്ക് ഈ ഇന്റർസെക്ഷനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പേടിയാവും. പക്ഷെ ആശാൻ ABS-ന്റെ കാര്യങ്ങളൊന്നും ABS അല്ല, ഇതിന്റെ അപ്പുറം കൊണ്ടുവന്നാലും ശരി നമ്മൾ അടിക്കാൻ പറ്റില്ല എന്ന് പറയുക. പറക്കുകയാണ് ശരിക്കും റോഡിലൂടെ. ടയറൊക്കെ ഇങ്ങനെ ചാടി പോവാ, കണ്ടില്ലേ. സമ്മതിച്ചു, സൂപ്പർ. നമ്മളെപ്പോഴും ഓവർ സ്പീഡ് എടുക്കരുത് കേട്ടോ. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നമ്മളിങ്ങനെ ഒരു ടണലിൽ കൂടെയാണ് കേട്ടോ പോകാൻ പോണേ. ഒരു ടണൽ കോയമ്പത്തൂർ ടൗണിൻ്റെ അകത്ത്. ടണലിൽ കൂടെ നമ്മളുടെ കുറച്ചൊരു സൗണ്ട് കുറച്ച് സൂപ്പറായ ഒരു വണ്ടി കൊണ്ട് പോകണ ഒരു ഫീൽ അടിപൊളി കേട്ടോ. നമ്മുടെ പുറകെ ഒരു ഐ തിങ്ക് ഒരു C800 വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് മോനെ, അതെൻ്റെ ഒരു ചെറിയ ഡ്രീം ബൈക്കാണ് കേട്ടോ ഗൈസ്. C800. അതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് തോന്നുന്നു. വണ്ടി നമുക്ക് ആ ഒരു മുഴക്കം കേൾക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്.
ഓക്കെ ഗായ്സ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് ചെറിയൊരു ഒബ്സർവേഷൻ വീഡിയോ ആണ്. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് എൻ്റെ ഒരു വ്യൂവും കാഴ്ചപ്പാടൊക്കെ നിങ്ങളായിട്ട് ചുമ്മാ ഷെയർ ചെയ്തു എന്നുള്ളൂ മാത്രം. ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ. അതൊക്കെ തന്നെ. ബൈ ബൈ, റൈറ്റ് സേഫ്, ബി ഇൻ യുവർ ഓൺ ലിമിറ്റ്.